നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ നൊക്ലാജിയ അഥവാ നൊസ്റ്റാൾജിയ സെക്ഷനിലേക്ക് ഒരു പുതിയ വാഹനവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പുതിയതല്ല, പഴയ വാഹനം. പക്ഷേ ഞാൻ ആദ്യമായാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഈ വാഹനം അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ഇത് ഹോണ്ട സിവിക്കാണ്. ഹോണ്ട സിവിക്ക് അങ്ങനെ മൺമറഞ്ഞു പോയ ഒരു വാഹനം എന്നൊന്നും പറയാനില്ല. കാരണം ധാരാളം ഹോണ്ട സിവിക്കുകൾ നമ്മുടെ നിരത്തുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലരും അന്ന്, അതായത് 2006 ഇത് വാങ്ങിച്ചതിന് ശേഷം വിൽക്കാതെ കൊണ്ടു നടക്കുന്നവരുമുണ്ട്. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട വാഹനമായിരുന്നു ഹോണ്ട സിവിക് എന്ന് പറയാം. നമ്മുടെ മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ പ്രിയപ്പെട്ട ഒരു വാഹനമായിരുന്നു ഇത്. ലോകത്തിലെമ്പാടുമായിട്ട് 1.8 കോടി, അതായത് 1,80,00,000 സിവിക്കുകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമേരിക്കക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാഹനമാണ് ഇത് എന്നും വേണമെങ്കിൽ പറയാം. കാരണം 73 ലക്ഷം ഹോണ്ട സിവിക്കുകളാണ് അമേരിക്കയിൽ മാത്രമായിട്ട് വിറ്റത്. 2010 ആ ഒരു സമയം നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന 6ാമത്തെ കാർ എന്നുള്ള സ്ഥാനമായിരുന്നു ഹോണ്ട സിവിക്കിനുള്ളത്. ആ തരത്തിൽ ലോകത്തിൻ്റെ പ്രിയപ്പെട്ട വാഹനമായിരുന്നു. ഇനി ഇന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ 2006 ആദ്യമായിട്ട് ഹോണ്ട സിവിക്ക് ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഒരു വലിയ വമ്പൻ വിജയമൊന്നും ആകാതെ പോയതെന്ന് ചോദിക്കുകയാണെങ്കിൽ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഇതിന് മൈലേജ് വളരെ കുറവായിരുന്നു എന്നുള്ളൊരു സത്യസന്ധമായ കാര്യമുണ്ട്. 2, ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായിരുന്നു. ഇത് കൊണ്ടു നടക്കുമ്പോൾ അടി തട്ടുക എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ പവർ സ്റ്റിയറിന് ചില ഓയിൽ ലീക്കൊക്കെ പലരും പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ കാരണമായിരിക്കാം ഈ വാഹനം അധികം വിൽക്കാതെ പോയത്. മറ്റൊരു കാര്യം വില തന്നെയായിരുന്നു. വില തീർച്ചയായിട്ടും ആ കാലത്തെ മറ്റു വാഹനങ്ങളുമായിട്ട്, ഉദാഹരണമായിട്ട് ഇത് കോമ്പറ്റ് ചെയ്തിരുന്ന സ്കോഡ ഒക്ടേവിയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വാഹനത്തിന് അല്പം വിലയും കൂടുതലായിരുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരുന്നു 2006 ഉൽപ്പാദനം തുടങ്ങുകയും 2012 ഉൽപ്പാദനം അവസാനിപ്പിക്കുകയും ചെയ്ത ഈ വാഹനം ഇന്ത്യയിലൊരു വമ്പൻ വിജയമാകാതെ പോയത്. പിന്നെ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം 2019 വീണ്ടും ഹോണ്ട സിവിക്ക് ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ടു. അത് ഈ ഷേപ്പേ ആയിരുന്നില്ല, പക്ഷേ അതും ഒരു കിഡിലൻ വണ്ടിയായിരുന്നു. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വില കൂടുതലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിന് വലിയ ആയുസ് ഇന്ത്യയിലുണ്ടായില്ല. ഇന്ത്യയിൽ 2 പ്ലാന്റ് ഉണ്ടായിരുന്ന ഹോണ്ട ഒരു പ്ലാന്റ് നിർത്തലാക്കിയപ്പോൾ 2 മോഡലുകളാണ് തല വെട്ടിക്കളഞ്ഞത്. അതിലൊന്ന് സിവിക്കായിരുന്നു, മറ്റൊന്ന് CR-V ആയിരുന്നു. അപ്പോൾ ഈ 2 വാഹനങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ഇല്ല. അങ്ങനെ 2006 വരികയും 2020 മുമ്പ് അന്ത്യശ്വാസം വലിക്കുകയും ചെയ്ത ഹോണ്ട സിവിക്കാണ് ഇന്ന് നമ്മൾ അടുത്ത് കാണാൻ പോകുന്ന വാഹനം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. 1972 ആദ്യമായി ഹോണ്ട സിവിക്ക് ലോക വിപണിയിലെത്തിയത്. ആദ്യമായി ജപ്പാനിൽ പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം ലോക വിപണിയിലേക്ക് എത്തുകയുമാണ് ഉണ്ടായത്. അന്ന് ഈ വാഹനം പ്ലേസ് ചെയ്യുന്നത് 2 വാഹനങ്ങൾക്കിടയിലാണ്. ഒന്ന് ഹോണ്ട സിറ്റിക്കും മറ്റൊന്ന് ഹോണ്ട അക്കോർഡിനും ഇടയിലായിരുന്നു ഈ വാഹനം പ്ലേസ് ചെയ്യുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഇൻസ്റ്റൻറ്റ് ഹിറ്റായിരുന്നു ഈ വാഹനം. ഇതിൻ്റെ പല തരത്തിലുള്ള വേരിയൻസും വന്നു. ഇതിൻ്റെ ഹാഷ് ബാക്ക് വന്നു, അതുപോലെ തന്നെ സെഡാൻ, ഇപ്പോൾ കാണുന്ന പോലെ സെഡാൻ വന്നു. പക്ഷേ ഇന്ത്യയിൽ ഈ വാഹനം എത്തിയപ്പോഴേക്കും വളരെ വൈകിയിരുന്നു എന്നുള്ളതാണ് സത്യം. അതായത് 8ാം ജനറേഷനാണ് ഇന്ത്യയിൽ ആദ്യമായി 2006 എത്തിയത്. അതിൻ്റെ ഇടയ്ക്ക് പല രൂപഭാവങ്ങളിൽ ഹോണ്ട സിവിക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വന്നുപോയി. പല വാഹന നിർമ്മാതാക്കളും പല പേരുകളിൽ ഈ വാഹനം വിറ്റഴിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇന്ത്യയിൽ 8ാം ജനറേഷൻ വരുന്നത്. 8ാം ജനറേഷൻ വന്നപ്പോൾ ഉണ്ടായൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അതും നമ്മൾ ഇപ്പോൾ ധാരാളമായി കേൾക്കുന്ന മൈൽഡ് ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയോടുകൂടിയാണ് ഇന്ത്യയിൽ ആദ്യമായി 2006 ഈ വാഹനം വന്നത് എന്നുള്ള അത്ഭുതകരമായ കാര്യമാണ്. അതായത് 1.3 ലിറ്റർ പെട്രോൾ എഞ്ചിനും 1.8 ലിറ്റർ പെട്രോൾ എഞ്ചിനുമാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. അതിൽ 1.3 ഒരു മോട്ടർ കൂടി ഘടിപ്പിച്ചിരുന്നു. അതും ഒരു വലിയ സംഭവമായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ വാഹനം ഇവിടെ എത്തിച്ചു തന്നിരിക്കുന്നത് വിഷ്ണുവാണ്. കൊല്ലത്ത് നിന്നുമാണ് വിഷ്ണു വാഹനമായിട്ട് വന്നത്. വിഷ്ണുവിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. സെന്നിൻ്റെ സ്റ്റീൽ കാർബൺ തുടങ്ങിയ 2 വാഹനങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അതിൽ കാർബൺ വിഷ്ണുവിൻ്റേതായിരുന്നു. കാർബണുമായിട്ട് വന്ന വിഷ്ണുവാണ്. അപ്പോൾ വിഷ്ണു പറയുന്നത് അന്ന് ഈ വാഹനത്തിൻ്റെ 2 എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ടായിരുന്നെങ്കിലും അതിൽ ഈ ഹൈബ്രിഡ് എന്ന് പറയുന്ന മൈൽഡ് ഹൈബ്രിഡ് എന്ന് പറയുന്ന ആ ഒരു മോഡൽ വളരെ കുറച്ചേ വിറ്റിട്ടുള്ളൂ എന്നുള്ള കാര്യമാണ്. കാരണം വിഷ്ണു ഒരു വർക്ക്ഷോപ്പ് നടത്തുന്ന ആളാണ്. കൃത്യമായിട്ട് അറിയാം എത്രത്തോളം വാഹനങ്ങൾ വിറ്റിട്ടുണ്ടെന്ന്. പക്ഷേ 1.8 ധാരാളമായി വിറ്റു. ഏതായാലും 2013 ഈ ഫസ്റ്റ് വാഹനം, അതായത് 8th ജനറേഷൻ വാഹനം നിർമ്മാണം അവസാനിപ്പിച്ചപ്പോൾ 55,000 യൂണിറ്റുകളാണ് ഇന്ത്യയിൽ ആകമാനമായി വിറ്റത്. അതിൽ വളരെ കുറച്ച് ഈ ഒരു മൈൽഡ് ഹൈബ്രിഡ് വാഹനം വിറ്റുള്ളൂ. അതിന് കാരണം അതിന് മൈലേജ് കൂടുതലുണ്ടായിരുന്നെങ്കിലും അതിന് വില കൂടുതലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കാലത്തും ഹോണ്ടയുടെ വാഹനങ്ങൾക്ക് പൊതുവെ വില കൂടുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് അമേസ് വന്നപ്പോഴാണെന്ന് തോന്നുന്നു വാല്യൂ ഫോർ മണിയായിട്ടൊരു വാഹനം പിടിച്ചു നിർത്തിയത്. ബാക്കി എല്ലാ മോഡലുകൾക്കും വില കൂടുതലായിരുന്നു. അപ്പോൾ ആ വില കൂടുതൽ ഏറ്റവും അധികം അനുഭവിച്ച ഒരു വാഹനമായിട്ടാണ് നമുക്ക് ഹോണ്ട സിവിക്കിനെ കാണാം. മറ്റൊരു വെബ്സൈറ്റിനെ കുറിച്ച് പറയാനുണ്ട്. അതിൻ്റെ പേര് bootmo.com എന്നാണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ സ്പെയർ പാർട്സുകൾ വാങ്ങിക്കാനുള്ള ഒരു വെബ്സൈറ്റാണിത്. ഏറ്റവും വില കുറഞ്ഞ വാഹനങ്ങൾ തൊട്ട് ഏറ്റവും വില കൂടിയ പ്രീമിയം ലക്ഷറി വാഹനങ്ങളുടെ വരെയുള്ള സ്പെയർ പാർട്സുകൾ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിലൂടെ ലഭ്യമാണ്. എന്ന് തന്നെയുമല്ല, പല സ്പെയർ പാർട്സ് നിർമ്മാതാക്കളുടെ
സ്പെയർ പാർട്ടുകളിൽ ലഭ്യമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വില കമ്പയർ ചെയ്ത് വാങ്ങിക്കാം. അതായത് ഒരു സ്പെയർ പാർട്ട് തന്നെ പല വിലകളുടേതുണ്ടാവാം. അതിലേറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കി വാങ്ങിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്പെയർ പാർട്ട് ഓൺലൈനിൽ അയച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ തിരിച്ചയച്ചാൽ പൂർണ്ണമായും നിങ്ങൾ കൊടുത്ത പൈസ മുഴുവൻ തിരിച്ചു തരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചയച്ച് പൈസ വാങ്ങിക്കാനും സാധിക്കും. അപ്പോൾ എന്തായാലും ഇന്ത്യയിലെ ഏറ്റവും എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സ്പെയർ പാർട്ടുകളുടെ ഒരു ലിസ്റ്റാണ് നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കുന്നത്. ആ വെബ്സൈറ്റിൻ്റെ ലിങ്കും മറ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് പരിശോധിച്ച് നോക്കുക. വളരെ വലിയ ഒരു വാഹനമാണ് ഹോണ്ട സിവിക്. നമ്മൾ ഈ കാണുന്ന പോലെ സൈഡ് പ്രൊഫൈലാണ് അത് കൃത്യമായിട്ട് മനസ്സിലാവുക. ധാരാളം ലെഗ് സ്പേസും ധാരാളം ഹെഡ് സ്പേസും ഒക്കെ ഉള്ള ഒരു ഗംഭീര വാഹനമായിരുന്നു. ഇതിന് മറ്റൊരു വിളിപ്പേര് കൂടിയുണ്ട്. ഇപ്പോൾ ഈ വാഹനം കൊണ്ടുവരുമ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ വേണ്ടി ഞാൻ നോക്കുമ്പോൾ പല റിവ്യൂസിലും പണ്ടൊക്കെ ഇതിനെ വിളിച്ചിരുന്ന പാവപ്പെട്ടവരുടെ BMW എന്നാണ്. കാരണം BMWയിലുള്ള പല കാര്യങ്ങളും ഇതിലുണ്ടായിരുന്നു. നീളവും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതും BMWനോടൊപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് പാവപ്പെട്ടവർ പൂവർ മാൻസ് BMW എന്നൊരു വിളിപ്പേര് പോലും ഉണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ പാവപ്പെട്ടവരൊന്നും അല്ല വാങ്ങിച്ചിരുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. BMW കൂടി വാങ്ങിക്കാവുന്ന അവസ്ഥയിലുള്ളവരൊക്കെ ആയിരുന്നു അന്ന് സിവിക്ക് വാങ്ങിച്ചിരുന്നത്. അതുകൊണ്ട് ആ വിളിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. എങ്കിൽ പോലും അങ്ങനെ ഒരു വിളിപ്പേര് ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ പോലെ ആട് പാവപ്പെട്ടവരുടെ പശു എന്നൊരു ഹെഡിങ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. എന്ന് പറഞ്ഞ പോലെ വേണമെങ്കിൽ ഇതിനെയും വിളിക്കാം. എന്തായാലും നമുക്ക് ഇനി വാഹനം ഒന്ന് അടുത്ത് കാണുകയാണെങ്കിൽ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ രീതികളായിരുന്നു ഈ വാഹനത്തിന്. ഇത് കണ്ടില്ലേ, മനോഹരമായ എന്നാൽ ഒന്നുമില്ല എന്ന് തന്നെ പറയാവുന്നൊരു ഗ്രില്ലാണ് കൊടുത്തിരുന്നത്. അതിൽ ഒരൊറ്റ ഒരു സ്പോക്ക് ഗ്രില്ലാണ്. അതിൽ ഹോണ്ടയുടെ വലിയ ലോഗോയാണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ലെൻസ് ഹെഡ്ലാമ്പായിരുന്നു ഈ വാഹനത്തിനുണ്ടായിരുന്നത്. ഇത് പഴയ ഹോണ്ട സിവിക്ക് തന്നെയാണ്. അതായത് ഇന്ത്യയിൽ ആദ്യകാലത്ത് വന്ന 2006 മോഡൽ തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പക്കയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ക്ലിയർ ലെൻസ് ഹെഡ്ലാമ്പാണ് നമ്മൾ കാണുന്നത്. പിന്നീട് 2010 കഴിഞ്ഞിട്ട് 2011 തോന്നുന്നു ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ വന്നപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. അതായത് ഒരു ക്രൂയിസ് കൺട്രോൾ വന്നു, അതുപോലെ LED ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്തു. അത്തരം ചില മാറ്റങ്ങൾ തുടർന്ന് വന്ന ഫേസ് ലിഫ്റ്റിലുണ്ട്. പക്ഷേ ഇത് ആദ്യകാല മോഡൽ തന്നെയാണ്. എന്തായാലും വളരെ വലിപ്പമുള്ള ഒരു ഹെഡ്ലാമ്പ് 2 യൂണിറ്റായിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് ഒരു ഫോഗ് ലാമ്പ്, അതെനിക്ക് തോന്നുന്നത് വിഷ്ണു പിന്നീട് ഫിറ്റ് ചെയ്തതാണ്. കാരണം അതൊരു LED ഫോഗ് ലാമ്പാണ്. അപ്പോൾ അത് വാഹനത്തിൽ ഉണ്ടായിരുന്നതല്ലാതെ ഉറപ്പാണ്. അവിടെ ബ്ലാക്ക് ക്ലാഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എയർ ഡാം ആണെങ്കിലും വളരെ ഭംഗിയായിട്ട് വളരെ വലിപ്പത്തിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആ ഒരു വലിയ ഗ്രില്ലില്ലാത്തതിൻ്റെ വിഷമം താഴെ ഫോഗ് ലാമ്പ് കാണുമ്പോൾ തീരും എന്നാണ് പറയേണ്ടത്. ഈ ജാപ്പനീസ് ക്യാബ് ഫോർവേഡ് ഡിസൈനാണ് ഈ വാഹനത്തിന് കൊടുത്തിരുന്നത്. അതായത് ഈ മുൻഭാഗത്ത് ബോണറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെറുതാക്കുകയും സ്പേസ് മുഴുവൻ ഇൻറ്റീരിയറിലേക്ക് കൊടുക്കുകയും ചെയ്യുന്ന ക്യാബ് ഫോർവേഡ് ഡിസൈൻ നമുക്ക് കൃത്യമായിട്ടും കാണാം. മുൻഭാഗം വളരെ ചെറുതാണ്. മുൻഭാഗം ഇവിടെയൊക്കെ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ടും പഴയ ആദ്യകാല ജാസിനെ ഓർമ്മ വരും. ആദ്യകാല ജാസിൻ്റെ ഏതാണ്ടൊരു മുൻഭാഗം നമുക്ക് വേണമെങ്കിൽ ഈ വാഹനത്തിൽ ആരോപിക്കാം. പിന്നെ ടയേഴ്സ് 15 ഇഞ്ചായിരുന്നു. അത് മനോഹരമായ അലോയ് വീലാണ് കൊടുത്തിരുന്നത്. ഇവിടെ ഈ കാണുന്ന വളരെ ചെറിയ ഈ ഒരു കോർണർ ഗ്ലാസ് എനിക്ക് തോന്നുന്നു ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഹോണ്ട സിവിക്കിലാണെന്നാണ്. കാരണം ഈ വാഹനം നമ്മൾ ഉള്ളിലിരുന്ന് ആദ്യകാലത്ത് ഓടിക്കുമ്പോൾ അതൊരു കൗതുകമായിരുന്നു. അത് ഇവിടെ കാണാം. വളരെ വലിയ സൈഡ് വ്യൂ മിറേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ മുൻഭാഗത്തെ ഈ വിൻഡോ, ഫസ്റ്റ് വിൻഡോ ഗ്ലാസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ളതായിരുന്നു. കണ്ടല്ലോ, ഇങ്ങനെ നീണ്ടു വരികയാണ്. വളരെ വിശാലമായ ഗ്ലാസ് ഏരിയയാണ്. ഈ സാധനം റെയിൻ ഗാർഡ് പിന്നീട് ഫിറ്റ് ചെയ്തതാണ്. ഇവിടെ ചെറിയ ക്രോം ഫിനിഷുള്ള ഡോർ ഹാൻഡിലാണ് കാണുന്നത്. അതുപോലെ തന്നെ താഴെയാണെങ്കിലും ഇവിടെ ഒരു ചെറിയ ക്രോം ഫിനിഷുള്ള ലൈൻ നീളുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ ക്ലാഡിങ്, അത് ബോഡി കളേർഡ് തന്നെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ചെരിഞ്ഞിറങ്ങുന്ന രീതിയിലുള്ള റൂഫ് ലൈനാണ് കൊടുത്തിരിക്കുന്നത്. അതും പിൻഭാഗത്തെയും വലിയ ഗ്ലാസ് ഏരിയയാണ്. അതുപോലെ മുൻഭാഗം പോലെ തന്നെ വളരെ ചെറുതാണ് പിൻഭാഗത്തെ ഒരു ഏരിയയും. പക്ഷേ ബൂട്ട് സ്പേസ് അമ്പരപ്പിക്കുന്നതാണ്. അതായത് 450 ലിറ്റർ ആയിരുന്നു ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. അതും ആ കാലത്ത് സ്കോഡ ഒക്ടേവിയ പോലുള്ള വളരെ കുറച്ച് വാഹനങ്ങളിൽ മാത്രമായിരുന്നു അത്രയും ബൂട്ട് സ്പേസ് ഉള്ളത്. 450 ലിറ്റർ ബൂട്ട് സ്പേസ്. അതിലുപരി എന്നെ അമ്പരപ്പിച്ചത് ഇത്രയും പഴയ 16 വർഷം പഴക്കമുള്ളൊരു വാഹനത്തിൻ്റെ ബൂട്ടൊക്കെ എത്ര ഭംഗിയായിട്ടാണ് വിഷ്ണു കാത്തു സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എത്ര ഭംഗിയാണ്. ഇപ്പം തന്നെ ഈ വാഹനം കൊല്ലത്തുനിന്ന് രാവിലെ ഓടിച്ചുകൊണ്ട് വന്നിട്ട് വിഷ്ണുവിൻ്റെ വക തുടക്കലും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. കാരണം അത്രയും വൃത്തിയായിട്ട് വാഹനം സൂക്ഷിക്കുന്ന ആളാണ്. എന്ന് തന്നെ വലിയ അടുത്ത കാലത്ത് വിഷ്ണു ഈ വാഹനത്തിൻ്റെ തന്നെ, അതായത് ഈ ഒരു മോഡലിൻ്റെ തന്നെ ഒരു ഓട്ടോമാറ്റിക് വാങ്ങിക്കുകയുണ്ടായി എന്ന് പറഞ്ഞു. അതിന് മൈലേജ് വളരെ കുറവാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് പോയാൽ വളരെ മനോഹരമായ ടൈൽ ലാമ്പാണ്. അതിനും 2 എലമെൻസാണ് കൊടുത്തിരിക്കുന്നത്. ഉരുണ്ട ടൈൽ ലാമ്പും ഉരുണ്ട ഹെഡ് ലാമ്പുമാണ് എന്ന് പറയാം. ഇത് സിവിക്ക് എന്നുള്ള ബാഡ്ജിങ്ങാണ് ഇവിടെ കാണാവുന്നത്. 1.8 ലിറ്റർ എഞ്ചിനാണ്, അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതും VTEC ടെക്നോളജി ഉണ്ട്. ആ കാര്യം പറയാൻ പറ്റുമോ. അതായത് VTEC എന്ന് പറയുന്ന ഹോണ്ടയുടെ ഏറ്റവും വിഖ്യാതമായ ടെക്നോളജി ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഇവിടെ അല്ലെങ്കിലും വെളിയിൽ സിവിക്കിലാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നെയാണ് VTEC എന്ന് പറയുന്നത് ഹോണ്ടയുടെ എല്ലാ വാഹനങ്ങളിലും വരികയും ഏറ്റവും മികച്ച പെട്രോൾ എഞ്ചിൻ ടെക്നോളജിയായിട്ട് വാഴ്ത്തപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അത് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്
സിവിക്കിലാണ്. എന്തായാലും വളരെ ചെറിയ കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. ആകെ ഒരു ബൂട്ടിൻ്റെ ലിഡ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ലോവർ ലിപ്പ് പോലൊരു ഭാഗം ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്. പിന്നെ വളരെ വലിയ ബമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ എക്സോസ് പൈപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് എക്സ്റ്റീരിയറിൽ പറയാനുള്ളത്. എക്സ്റ്റീരിയർ ഏതായാലും മനോഹരമാണ് എന്ന് പറയാതിരിക്കാനാവില്ല. തന്നെയുമല്ല, ഈ ഒരു ക്യാബ് ഫോർവേഡ് ഡിസൈൻ, ഇങ്ങനെ കുതിച്ച് ചാടുന്ന രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാവുന്നത്. ആ കാലത്ത് തന്നെ എന്നല്ല, ഈ കാലത്തും ഈ തരത്തിലുള്ള ഡിസൈൻ വളരെ കുറവാണ്. അതായത് ഈ സിവിക്കിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് അന്നും ഇന്നും, അതിനുശേഷം 2019 വന്ന രണ്ടാമത്തെ, അത് ശരിക്കും 10ാം ജനറേഷനാണ്. 10ാം ജനറേഷൻ സിവിക്കിൻ്റെ പോലും ഡിസൈൻ വളരെ വ്യത്യസ്തമായിരുന്നു. ഈ വാഹനത്തിൻ്റെ ഡിസൈൻ ഇപ്പോഴും വ്യത്യസ്തമായിട്ട് തന്നെ നിലകൊള്ളുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്ന അന്നത്തെ കാലത്തൊരു വിപ്ലവം തന്നെയായിരുന്നു. അതായത് നമ്മൾ ഈ വാഹനത്തിൽ അന്നൊക്കെ കയറിയിരിക്കുമ്പോൾ ദൈവം ഇതെനിക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ എന്ന് തോന്നുന്ന രീതിയിൽ ഹെവിയുമായിരുന്നു. കണ്ടില്ലേ കിടക്കുന്നത്, അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ വളരെ വലിയ ഒരു ഡാഷ്ബോർഡാണ് കൊടുത്തിരുന്നത്. ഈ കാണുന്ന രീതിയിലുള്ള മീറ്റർ കൺസോൾ പോലുള്ള കാര്യങ്ങളൊക്കെ വളരെ പുതുമയുള്ളതായിരുന്നു. അന്നൊക്കെ ഇത് ഓടിക്കുമ്പോൾ നമുക്ക് വളരെ എന്താ പറയേണ്ടത്, അങ്ങേറ്റം ആധുനികമായൊരു വാഹനം ഓടിക്കുന്ന ഫീലാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഒരേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഈ കാണുന്ന പോലെ വളരെ താഴ്ന്ന സീറ്റിംഗ് പൊസിഷനായിരുന്നു എന്നുള്ള കാര്യമാണ്. പക്ഷേ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു, അല്ലാതെ അതിന് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും തന്നെ കൊടുത്തിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും ആധുനികമായ വാഹനങ്ങൾ കാണുമ്പോൾ നമുക്കിതൊക്കെ വളരെ പഴയതായിട്ട് തോന്നും. കാരണം വലിയ സ്ക്രീനാണല്ലോ ഇപ്പോഴത്തെ എല്ലാ വാഹനങ്ങളുടെയും മുഖമുദ്ര. ഈ പാവപ്പെട്ടവനൊന്നും അതൊന്നും ഇല്ലായിരുന്നു, കാരണം 2006 വന്നതാണല്ലോ. എങ്കിൽ പോലും അന്നത്തെ കാലത്ത് ഏറ്റവും ആധുനികമായിരുന്നു എന്നുള്ള കാര്യം സംശയമില്ല. ഇതിനും ഒരു ക്യാബ് ഫോർവേഡ് ഡിസൈൻ പോലെ തന്നെയാണ് ഇതിൻ്റെ ഈ ഡാഷ്ബോർഡിൻ്റെ രീതിയും കൊടുത്തിരിക്കുന്നത്. ഇങ്ങോട്ട് തള്ളി നിൽക്കുകയാണ്. അതിൽ നമുക്ക് പ്രധാനമായിട്ടും കാണാവുന്ന സ്വിച്ചുകളുടെ ഒരു പൂരമാണ്. ഇവിടെ കാണുന്നത് പണ്ടൊക്കെ നമ്മൾ ഡിസ്ക് ഇട്ടാണല്ലോ പാട്ട് കേൾക്കുന്നത്. ആ ഡിസ്ക് 6 കോമ്പാക്ട് ഡിസ്ക് ചേഞ്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ സ്വിച്ചുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. സീക്ക്, സ്കിപ്പ്, ഡിസ്ക് 1, 2, 3, 4 ഒക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇത് വോളിയത്തിൻ്റെയാണ്. അതുപോലെ തന്നെ അത് ഓഫ് ചെയ്യണമെങ്കിൽ പുഷ് ചെയ്താൽ മതി. ഇവിടെ ട്യൂൺ ഫോൾഡറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകളൊക്കെ കൊടുത്തിരിക്കുന്നു. എന്തായാലും ഇതിപ്പോൾ ഉള്ള കൗതുകമുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ കോമ്പാക്ട് ഡിസ്ക് ഒന്നും കാണാനേ ഇല്ലാത്തതുകൊണ്ട് അതും കൗതുകമുള്ള കാര്യമാണ്. ഇതൊക്കെ മ്യൂസിയം പീസായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ റേഡിയോയുടെ AM, FM-ൻ്റെ ഒക്കെ സ്വിച്ചുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. AC വെൻറ്റുകളുടെയൊക്കെ രീതികൾ വളരെ രസകരമായ വ്യത്യസ്തമായ രീതിയിലാണ് കൊടുത്തിരുന്നത്. ഇവിടെ ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലം, ഇവിടെ ഒരു ചാർജിങ് പോയിൻ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെയും നമുക്ക് ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാവുന്ന ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിന് ഇൻറ്റീരിയറിലെ മാറ്റം സംഭവിച്ചിരിക്കുന്നത് പറയുന്നത് ഈ സ്പാർക്കോടെ ഇങ്ങനെയുള്ള ഒരു ഗിയർ ലിവർ മാറ്റി വെച്ചു എന്നുള്ളതാണ്. വിഷ്ണു ഒരു പയ്യനായതുകൊണ്ട് അത്തരം ചില മാറ്റങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കാം. കാരണം വളരെ സ്പോർട്ടിയായിട്ട് വാഹനം കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ആ ഒരു മാറ്റം മാത്രമേ നമുക്കിവിടെ പറയാനുള്ളൂ. ഇവിടെയും സാധനങ്ങളൊക്കെ സൂക്ഷിക്കാം. കപ്പ് ഹോൾഡർ കൊടുത്തിരിക്കുന്നു. ഇവിടെയും ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാം. ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിലും അവിടെ മറ്റ് വാഹനങ്ങളിൽ കാണാത്ത രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. വലിയ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആംബ്രസ്റ്റിൻ്റെ അവിടെയൊക്കെ ആണെങ്കിലും ലെതർ കവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുഖമായി കൈവച്ച് ഇരിക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ആംബ്രസ്റ്റിൻ്റെ താഴെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് ശരിക്കും ഈ ഒരു സീറ്റിംഗ് പൊസിഷനിലെ വളരെ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ഇങ്ങനെ കാണുന്ന ഈ ഒരു മീറ്ററിൻ്റെ ഭാഗം, ഇവിടെ മറ്റൊരു മീറ്റർ, അതുപോലെ തന്നെ 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീല്, അതിൽ അലൂമിനിയം ഫിനിഷുള്ള ഭാഗങ്ങൾ. ഇതിൽ ഓട്ടോമാറ്റിക്കലി പാഡ് ഷിഫ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, ഇതിനത് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ മറ്റേ വോളിയം കൺട്രോളുകളോ അത്തരം കാര്യങ്ങളൊന്നും സ്റ്റിയറിംഗ് വീലിൽ കൊടുത്തിട്ടില്ല. ക്രൂയിസ് കൺട്രോളില്ല. അതൊക്കെ പിന്നീട് വന്ന മോഡലിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ഈ ഭാഗത്തൊക്കെ ആണെങ്കിലും മറ്റു സ്വിച്ചുകളൊക്കെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇപ്പോൾ പോലും വളരെ വ്യത്യസ്തമായൊരു വാഹനത്തിൻ്റെ ഡാഷ്ബോർഡും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഡ്രൈവർ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. അതുതന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വ്യത്യസ്തമായ കാര്യമായിട്ട് അന്നും ഇന്നും നമുക്ക് പറയാവുന്നത്. ഇനി സ്പേസ്, ഇഷ്ടം പോലെ സ്പേസാണ്. കാല് വയ്ക്കാനും സുഖമായിരിക്കാനും ഇഷ്ടം പോലെ സ്പേസ് അതായിരുന്നു ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഏതായാലും സൺറൂഫ് പോലുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് പിൻഭാഗത്തൊന്നിരുന്ന് നോക്കാം. പിൻഭാഗത്ത് സുഖമായിട്ടിരിക്കാം. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലെഗ് സ്പേസ്, ഇതിപ്പോൾ ഒത്തിരി പിന്നിലേക്ക് മാറ്റിയിട്ടിട്ട് പോലും ഇഷ്ടംപോലെ ലെഗ് സ്പേസ് നമ്മുടെ കിട്ടുന്നുണ്ട്. പിൻഭാഗത്തേക്ക് AC വെൻ്റൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ തന്നെ ഇരിക്കുമ്പോൾ AC നന്നായിട്ട് പിന്നിലേക്ക് കാറ്റ് തരുന്നുണ്ട്. ഇവിടെ ഒരു ആംറസ്റ്റ്, അതിൽ
കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇത് കണ്ടല്ലോ, ഇതൊന്നും അന്നത്തെ കാലത്ത് വലിയ സംഭവമായിരുന്നു. ഇവിടെ നമുക്ക് വോളിയം കൺട്രോളുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിൻഭാഗത്തിരിക്കുന്നവർക്കും സുഖമായിട്ട് ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം പ്രവർത്തിപ്പിക്കാമായിരുന്നു എന്നുള്ളത് വളരെ വ്യത്യസ്തമായൊരു കാര്യമായിരുന്നു അന്നത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ. ഏതായാലും ഡോർ പാഡിൽ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ആംബസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു അലൂമിനിയം ഫിനിഷും കൂടി വന്നിട്ടുണ്ട്. താഴ്ന്ന സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിലും വളരെ താഴ്ന്ന വിൻഡോ ലൈൻ ആയതുകൊണ്ട് സുഖമായിരുന്നു കാഴ്ചയെ കണ്ടു പോകാമായിരുന്നു. ഇവിടെ ഇരിക്കുമ്പോഴും നമുക്ക് തോന്നും എത്രത്തോളം വലിയൊരു വാഹനമാണ് ഇതെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പുവർമാൻസ് BMW എന്നൊക്കെ വിളിച്ചിരുന്നത്. സ്പേസിൻ്റെ കാര്യത്തിൽ BMW പോലും, അതായത് 3 സീരീസിനൊക്കെ തീർച്ചയായിട്ടും ഈ വാഹനം ലെഗ് സ്പേസിൻ്റെ കാര്യത്തിൽ തോൽപ്പിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോഴും നമുക്ക് കാണുമ്പോൾ കൊതി വരുന്ന ഒരു വാഹനം തന്നെയാണ് ഹോണ്ട സിവിക്ക്. ഏറ്റവും പുതിയ ഹോണ്ട സിവിക്ക് വന്നപ്പോഴും കൊതി വരുമായിരുന്നു, പഴയത് കാണുമ്പോൾ ഇപ്പോഴും കൊതി വരും. 16 വർഷം പഴക്കമുള്ള ഈ വാഹനം ഇപ്പോൾ ഓടിക്കുമ്പോഴും വളരെ ആധുനികമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന അങ്ങേയറ്റമാണ്. അങ്ങനെ റോഡിനോട് ചേർന്ന് നിന്ന് പറക്കുകയാണ് ഈ വാഹനം. 1.8 ലിറ്റർ എഞ്ചിനാണെന്ന് അറിയാമല്ലോ. 1.8 ലിറ്ററൊക്കെ ഇപ്പോൾ പെട്രോൾ എഞ്ചിനിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഈവൻ ബെൻസിൻ്റെയും BMW പോലും പെട്രോൾ എഞ്ചിനുകളെല്ലാം 1.5 ഒക്കെ ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ 1.7 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഓടിക്കാൻ പോലും കിട്ടുകയില്ല ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങൾ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇത് എന്താ പറയുക, അന്യം നിന്നുപോയ ഒരു എഞ്ചിൻ തലമുറയിൽപ്പെട്ട വാഹനമാണ് എന്നാണ് പറയേണ്ടത്. ഈ വാഹനത്തിന് ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് സീറ്റിംഗ് പൊസിഷനാണ്. വളരെ താഴ്ന്ന സീറ്റിംഗ് പൊസിഷനാണ്, പക്ഷേ വളരെ താഴ്ന്ന ബോണറ്റാണ്. അതുകൊണ്ട് തന്നെ വിസിബിലിറ്റി നല്ല ഗംഭീരമായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ ഞാൻ ചെയ്ത ഏതോ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടിരിക്കുന്നു. അപ്പം ഞാൻ അതിൽ പറഞ്ഞത് ബോണറ്റ് വളരെ താഴ്ന്നതാണ്, അതുകൊണ്ട് വിസിബിലിറ്റി നന്നായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കളിയാക്കുന്ന മട്ടിൽ ബോണറ്റ് താഴ്ന്നിരിക്കുന്നതാണോ വിസിബിലിറ്റി എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും വിസിബിലിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് താഴ്ന്ന ബോണറ്റ് തന്നെയാണ്. ഉയർന്ന ബോണറ്റ് ആണെങ്കിൽ വിസിബിലിറ്റി നന്നായി കുറയും. അത് വൺ ഓഫ് ദ റീസൺസ് എന്നാണ് പറയേണ്ടത് വിസിബിലിറ്റിക്ക്. എങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു റീസൺ തന്നെയാണ് താഴ്ന്ന ബോണറ്റ് എന്ന് പറയുന്നത്. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച ഒരു കാര്യം എന്ന് പറയുന്നത് താഴ്ന്ന ബോണറ്റും അതോടൊപ്പം തന്നെ താഴ്ന്നു നിൽക്കുന്ന ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഭാഗവുമാണ്. ഡാഷ്ബോർഡ് വളരെ ഹെവിയാണെന്ന് തോന്നുന്ന അത്രയും വലിപ്പമുള്ളതാണ്. 1 കിലോമീറ്റർ നീളത്തിലാണ് കിടക്കുന്നതെങ്കിൽ പോലും അത് താഴ്ന്നതാണെന്നുള്ളതുകൊണ്ട് തന്നെ വിസിബിലിറ്റി നല്ല ഗംഭീരമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അങ്ങ് ദൂരെ കാണുന്ന ഈ ഒരു മീറ്റർ കൺസോളാണ്. അതായത് സ്പീഡോ മീറ്ററും മറ്റും അങ്ങ് ദൂരെയായിട്ടാണ് കാണുന്നത്. പക്ഷേ അത് ഒരിക്കലും നമ്മുടെ വിഷനെ തടസ്സപ്പെടുത്തുന്നുമില്ല. അതങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് അതിലേക്ക് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുക പോലുമില്ല. ആ രീതിയിൽ നമ്മുടെ വിഷനെ തടസ്സപ്പെടുത്തുന്നൊന്നുമില്ല. പക്ഷേ അതൊക്കെ അന്നത്തെ കാലത്ത് വളരെ വലിയ വെറൈറ്റി സംഭവങ്ങളായിരുന്നു. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ഈ പറഞ്ഞ സ്റ്റെബിലിറ്റി തന്നെയാണ്. വളരെ ഹെവിയായൊരു വാഹനം ഓടിക്കുന്ന ഫീലാണ്. അതോടൊപ്പം തന്നെ നല്ല റോഡ് ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ റോഡിനോട് ചേർന്ന് നല്ല ആത്മവിശ്വാസം തരുന്ന രീതിയിലാണ് പോകുന്നത്. ഒട്ടും തന്നെ ശബ്ദ കോലാഹലങ്ങളൊന്നും തന്നെ എഞ്ചിനിൽ നിന്നും കേൾക്കുന്നില്ല. വളരെ സൈലൻ്റായ എഞ്ചിനാണ്. 15 വർഷം കഴിഞ്ഞ് റീടെസ്റ്റ് ചെയ്തൊരു വാഹനമാണിത് എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നത് ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ മാത്രമാണ് എന്ന് പറയാം. അല്ലാതെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതൊന്നും ബോധ്യപ്പെടുകയില്ല. ഇപ്പോൾ അതാ ഒരു റംബിൾ സ്ട്രിപ്പ് ചാടുകയാണ്, കണ്ടില്ല? അതിങ്ങനെ ഫ്ലോട്ട് ചെയ്താണ് ചാടുന്നത്. നല്ല കടകട അടിച്ചു പോകുന്ന പരിപാടിയൊന്നും ഈ വാഹനത്തിനില്ല. ഹോണ്ടയുടെ ഏതൊരു വാഹനവും അങ്ങനെ തന്നെയാണ്. ഹോണ്ടയുടെ കാര്യത്തിൽ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഗംഭീരമാണ്. പിന്നെ ഹോണ്ട അങ്ങനെ വലിയ കാര്യമായ രീതിയിൽ മൈലേജ് ഒന്നും ശ്രദ്ധിക്കാറില്ല. പിന്നെ വണ്ടിക്ക് വില കൂട്ടിയിടും തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ തന്നെ ഏറ്റവും പുതിയ ഹോണ്ട സിറ്റി ഹൈബ്രിഡ് വന്നപ്പോൾ 20 ലക്ഷം രൂപ എക്സ്ഷോറും.
വേണ്ടവൻ വാങ്ങിച്ചാൽ മതി ലൈനാണ് ഹോണ്ടയുടെ കാര്യത്തിൽ. പക്ഷേ ഹോണ്ട എത്ര വില ഇട്ടാലും വാങ്ങിക്കാൻ വേണ്ടിയുള്ള ലോയൽ കസ്റ്റമേഴ്സ് ഇന്ത്യയിലെ നല്ല ലോകം മുഴുവനായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹോണ്ടയുടെ വാഹനങ്ങൾക്കെല്ലാം നല്ല വിൽപ്പന നേടാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സർവീസൊക്കെ ആണെങ്കിലും കൊല്ലുന്ന സർവീസൊന്നുമില്ല. കൃത്യമായ രീതിയിൽ സർവീസ് ചെയ്ത് കൊണ്ടു നടക്കുകയാണെങ്കിൽ ഹോണ്ടയുടെ വാഹനങ്ങൾ യാതൊരു തലവേദനയും ഇല്ലാതെ കൊണ്ടു നടക്കുക. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ വിഷ്ണു പറഞ്ഞത് അത് തന്നെയാണ്. ഇതിന് മെയിൻ്റനൻസ് കോസ്റ്റ് ഒന്നും കാര്യമായിട്ടില്ല. പക്ഷേ വിഷ്ണു പക്കയായിട്ട് വാഹനം സൂക്ഷിക്കുന്ന ആളായതുകൊണ്ട് തന്നെ എപ്പോഴും കൃത്യമായ ഇടവേളകളിൽ സർവീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയേണ്ട കാര്യം. എന്തായാലും വളരെ വലിയ ഒരു വാഹനമാണ് ഓടിക്കുന്നതെന്നുള്ള ഫീൽ ഒന്നും തോന്നുന്നില്ല. വളരെ ചെറിയൊരു വാഹനം ഓടിക്കുന്ന ഫീൽ തന്നെയാണ്. അത്രയധികം ലൈറ്റാണ് കൺട്രോളുകളെല്ലാം തന്നെ. മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഞാനൊന്നും ഇപ്പോൾ ഇങ്ങനെ മാനുവൽ ഗിയർ ബോക്സുള്ള വാഹനം ഓടിക്കാറേ ഇല്ല. മാനുവൽ ഗിയർ ബോക്സ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള വാഹനങ്ങളായാലും എല്ലാം ഓട്ടോമാറ്റിക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് മാനുവൽ ഓടിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷേ ഇത് എത്ര രസകരമാണ്, എത്ര ക്രിസ്പായിട്ടാണ് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റുകൾ എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം. ഒരു ഓട്ടോമാറ്റിക് ഓടിക്കണമെന്നൊന്നുമില്ല. മാനുവലിൽ പോലും അത്ര വളരെ ലൈറ്റായ കൺട്രോളുകളാണെങ്കിൽ സുഖമായിട്ട് ഓടിച്ചു പോകാം എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു വാഹനമാണ് പഴയ ഹോണ്ട സിവിക്ക്. പുതിയ ഹോണ്ട സിവിക്ക് അങ്ങനെ തന്നെ ആയിരുന്നു. കുറച്ച് കാലത്തേക്ക് ഹോണ്ട എനിക്ക് ആ വാഹനം ഓടിക്കാൻ തന്നിരുന്നു. ആ സമയത്ത് നമ്മൾ അതിൻ്റെ റെഡ് ഒരു വാഹനം വെച്ചിട്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ വളരെ എൻജോയ് ചെയ്താണ് ആ കാലത്ത് നമ്മൾ ഹോണ്ട സിവിക്ക് ഓടിച്ചത്. അത് ഈ പാൻഡമിക്കിൻ്റെ സമയത്ത് തന്നെയാണ് ആ വാഹനം കിട്ടിയത്. അതിനുശേഷം ആ വാഹനം ഇന്ത്യയിലെ ഉൽപ്പാദനം നിർത്തുകയും ചെയ്തു. എന്തായാലും ആ വാഹനത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി സീറ്റൊക്കെ ഒന്ന് ചെറുതായിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെയും ഡ്രൈവബിലിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ സസ്പെൻഷനും ഒക്കെ ഗംഭീരമായിരുന്നു. അപ്പോൾ എഞ്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു 1.8 ലിറ്റർ പെട്രോൾ എഞ്ചിനും പിന്നെ ഒരു 1.3 ലിറ്റർ മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജിയുള്ള പെട്രോൾ എഞ്ചിനുമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതിൽ 1.3 ലിറ്റർ അങ്ങനെ കാര്യമായിട്ട് വിറ്റിട്ടില്ല. 1.8 ഒരു മാനുവൽ ഗിയർ ബോക്സും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഉണ്ടായിരുന്നു. 1.3 ലിറ്റർ ആ ഒരു മൈൽഡ് ഹൈബ്രിഡ് സെറ്റപ്പിൽ CVT ഗിയർ ബോക്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2019 ഈ വാഹനം തിരിച്ചു വന്നപ്പോൾ അതിലുണ്ടായിരുന്നത് ഒരു അപ്ഗ്രേഡ് ചെയ്ത 1.7 ലിറ്റർ പെട്രോൾ എഞ്ചിനും അതിൽ CVT ഗിയർ ബോക്സാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു 1.6 ലിറ്റർ ഡീസൽ എഞ്ചിനും ഉണ്ടായിരുന്നു. അതിൽ മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു 1799 cc 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിന് 132 bhp ആണ്. 6000 RPM മാക്സിമം പവർ ലഭിക്കുന്നത്. അതുപോലെ 17.5 കിലോഗ്രാം മാക്സിമം ടോർക്ക്. അത് 4300 RPM കിട്ടുന്നത്. അപ്പോൾ ഇതിലാണ് 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും അതുപോലെ തന്നെ 5 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും ഉണ്ടായിരുന്നത്. ആദ്യകാലത്ത് വന്നപ്പോൾ പാഡ് ഷിഫ്റ്റേഴ്സ് ഇല്ലായിരുന്നു. പക്ഷേ പിന്നീട് വന്ന മോഡലിൽ 2011 വന്ന മോഡലിൽ അതിൽ പാഡ് ഷിഫ്റ്റേഴ്സും കൂടി ആഡ് ചെയ്തു. അതോടൊപ്പം തന്നെ ക്രൂയിസ് കൺട്രോൾ വന്നു. അങ്ങനെ ചില അഡീഷൻസൊക്കെ വന്നു. 12.1 സെക്കൻഡ്സ് ആണ് ഇതിന് 100 കിലോമീറ്റർ വേഗത എടുക്കാൻ വേണ്ടി വരുന്നത്. 186 കിലോമീറ്ററാണ് മാക്സിമം സ്പീഡ് കിട്ടുന്നത്. മുന്നിൽ 2 എയർ ബാഗുകൾ അതുപോലെ തന്നെ ABS EBD എല്ലാം തന്നെ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നല്ലല്ലോ, ഉണ്ട്. എന്തായാലും മൈലേജ് വളരെ മോശമായിരുന്നെന്ന് പറഞ്ഞല്ലോ. 7.9 കിലോമീറ്ററാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക്കിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി അന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അത് ഹൈവേയിലൊക്കെ എത്തുമ്പോൾ 16 വരെയൊക്കെ വന്നിരുന്നു. എങ്കിലും വളരെ മോശമായ ഒരു മൈലേജാണ് ആ കാലത്ത് കിട്ടിയിരുന്നത്. എന്തായാലും അപാരമായ ഡ്രൈവബിലിറ്റി നൽകുന്ന ഒരു എഞ്ചിനാണിത്. രസകരമാണ്. ഞാനിപ്പോൾ നല്ല സ്പീഡ് എടുത്ത് പോകുന്നുണ്ട്. പക്ഷേ എത്രത്തോളമാണ് കൺട്രോൾ എന്നുള്ളത് ഓടിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ വാഹനം അങ്ങനെ വലിയ വിജയമാകാതെ പോയതെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം മൈലേജ്, 2 ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണെന്നുള്ള കാര്യം. മൂന്നാമത് ഈ വാഹനം വന്നു കഴിഞ്ഞപ്പോൾ ധാരാളം കോമ്പറ്റീറ്റേഴ്സ് വന്നു. അതിൽ സ്കോഡ ഒക്ടേവിയാണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളിയായിട്ട് മാറിയത്. ഒക്ടേവിയുടെ ബിൽഡ് ക്വാളിറ്റിയും ഒക്ടേവിയുടെ മറ്റു ചില സ്റ്റൈലുകളുമൊക്കെ ജനത്തിനങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വന്ന് 2021 ആയപ്പോഴത്തേക്കും ഇതിൻ്റെ വിൽപ്പന തീരെ അങ്ങ് പോയി. അതായത് 2021 ഫിനാൻഷ്യൽ ഇയർ എടുക്കുകയാണെങ്കിൽ ഹോണ്ട ആകെ 45,000 വാഹനം വിറ്റതിൽ 801 യൂണിറ്റുകൾ മാത്രമാണ് സിവിക്ക് വിറ്റത്. CRVയുടെ കാര്യം അതിലും ദയനീയമായി. 104 CRVയെ 2021 വിറ്റുള്ളൂ. അതുകൊണ്ടാണ് അവർ ഒരു പ്ലാന്റ് അടച്ചു പൂട്ടിയപ്പോൾ ഈ 2 മോഡലുകളും അങ്ങ് വേണ്ട എന്ന് വെച്ചിട്ട് കൂടുതൽ വിൽക്കുന്ന മോഡലുകളിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയാണ് ഈ മരണമണി മുഴങ്ങിയതെന്ന് പറയാം സിവിക്കിനും അതുപോലെ തന്നെ CRVക്കും. എന്തായാലും 2 നല്ല മോഡലുകളായിരുന്നു. CRVയുടെ കാര്യത്തിൽ ശുദ്ധ ബോഷ്കാണ് കാണിച്ചത് വിലയിടുന്ന കാര്യത്തിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒടുക്കത്തെ വില കയറ്റിയിട്ടു. അതായത് BMW ബെൻസൊക്കെ വാങ്ങിക്കാവുന്ന വിലയിലേക്ക് CRVയുടെ വില കയറ്റിയിട്ടതാണ് അന്ന് CRVയൊക്കെ പറ്റിയ മണ്ടത്തരം. അത് ഹോണ്ട വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ പുതിയ ഹൈബ്രിഡ് വന്നപ്പോൾ 20 ലക്ഷം രൂപ എക്സ്ഷോറൂമിൽ ആ വാഹനത്തിനിട്ടത്. മറ്റെല്ലാ തരത്തിലും ഗംഭീര വാഹനങ്ങളാണ് വിൽക്കുന്നതെങ്കിലും ചില കാര്യങ്ങളിൽ മാരുതിയും ഹ്യുണ്ടായി ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ പിന്തുടരണം, വിലയിടുന്ന കാര്യത്തിലും മറ്റും. അത് പക്ഷേ ഹോണ്ട ഒരിക്കലും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് കഷ്ടതരമായ കാര്യം.
കാണണ്ടെന്നല്ല പറയേണ്ടത്, ഒന്നുകൂടെ കാണാം. കാരണം വിഷു നമ്മുടെ കാര്യമായ രീതിയിൽ കാർബണുമായിട്ട് വന്നപ്പോൾ നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ ഒരു ക്രൈസാണ് ഈ വാഹനം. കാരണം വിഷ്ണു ഇപ്പോൾ അടുത്ത് പറയായിരുന്നു, വിഷ്ണു പണ്ട് ഈ വാഹനം കാണുമ്പോൾ ഇതൊരിക്കലും നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്തൊരു വാഹനമാണല്ലോ, ഭയങ്കര വിലയാണല്ലോ എന്നൊക്കെ വിചാരിക്കുകയും പക്ഷേ അതിന് ശേഷം വാങ്ങിക്കുകയും ചെയ്തു. എന്ന് തന്നെയല്ല, 2 എണ്ണം വാങ്ങിച്ചു. ഇത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു ഓട്ടോമാറ്റിക് വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ വിഷ്ണു എങ്ങനെയുണ്ട്? പണ്ട് നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റാതെ പോയ ഒരു പെൺകുട്ടിയെ പിന്നീട് കാണുമ്പോൾ പിന്നീട് സ്വന്തമാക്കാൻ കഴിയുമ്പോഴൊക്കെ ഉള്ളൊരു സന്തോഷം അനുഭവിക്കുന്നുണ്ടോ ഇപ്പോൾ? അത് വേറെ ഇത് വേറെ. നമുക്ക് ഇതാണ് നമുക്ക് പ്രിഫറൻസ് എന്ന് വെച്ചാൽ ഇതൊക്കെ അന്നത്തെ കാലം ഇന്നത്തെ കാലമാണെങ്കിലും ഇത്രയും വർഷം പഴക്കമുണ്ടെങ്കിലും ഇതിന്റെ ഒരു ഭംഗി, ഇത് ടൈപ്പ് 2 സിറ്റി സെന്ന് അതൊന്നും ഒരിക്കലും ഏതൊക്കെ വണ്ടി വന്നാലും ഒരിക്കലും പോവില്ല. അത് ഇപ്പോഴും അതിന്റെ എല്ലാ പുതിയ ജനറേഷൻ കാറിനോടെയും പിടിച്ചു നിൽക്കും. ഇതിന്റെ പ്ലസ് പോയിന്റ്സും മൈനസ് പോയിന്റ്സും പറയാം. മൈനസ് പറയാം ആദ്യം. മൈനസ് ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷേ ഇതിൽ ഈ വീല് അപ്സൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു 17 18 ഇടുവാണെങ്കിൽ അത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. അതേ ഉള്ളൂ ഇതിൻ്റെ ഒരു നെഗറ്റീവ് പറയാനായിട്ട്. മൈലേജ് ഒരു പ്രശ്നമായിട്ട് പല റിവ്യൂസിലൊക്കെ പറയുന്നുണ്ട്. മൈലേജ് മാനുവലിന് ഒരു ഇഷ്യൂ ഇല്ല, ഓട്ടോമാറ്റിക് ഇഷ്യൂ ആണ്. ഓട്ടോമാറ്റിക്കിന് ടൗണിൽ വരുമ്പോൾ ഒരു 8 7 6 അങ്ങനെയൊക്കെ പോകും. പക്ഷെ മാനുവലിന് തെറ്റില്ല, ഒരു 8ന്റെ പ്ലസ് ടൗണിൽ കിട്ടും. ഹൈവേ ഡീസൻറ്റ് ഡ്രൈവ് ആണെങ്കിൽ ലോങ് ഒക്കെ ഓടിക്കുമ്പോൾ ഒരു 15 വരെയൊക്കെ കിട്ടും. പിന്നെ എന്താണ് പ്ലസ്? ഈ ഇത്രയും വലിയ വണ്ടിക്ക് ഈ പറയുന്ന 15 റേഞ്ച് മൈലേജ് കിട്ടുന്നതിന് വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ളൊരു ഭംഗി, ഞാൻ ഒരു വണ്ടിയിലും ഇതിൻ്റെ അത്രയും ഭംഗി മാത്രമല്ല ഭയങ്കര വെറൈറ്റിയാണ്. സ്പീഡോമീറ്റർ ഡിജിറ്റൽ. സത്യം പറഞ്ഞാൽ വണ്ടിയുടെ ഭംഗി കറക്റ്റ് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മളൊരു ഡേ ലൈറ്റ് കഴിഞ്ഞിട്ടുള്ള ഈവനിങ് ടൈം, അതായത് നൈറ്റ് ടൈം, ആ സമയത്ത് ഈ വണ്ടിയുടെ അകത്തോട്ട് ആദ്യമായിട്ട് കയറുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ വിളിച്ച് നോക്കും. ഇതെല്ലാം 2006 ആലോചിക്കണം അല്ലേ? 2006 അത് തന്നെ. പിന്നെ ഭയങ്കര സ്പേഷ്യസ് ആണ് വണ്ടി, അകത്ത് ഭയങ്കര സ്പേഷ്യസ് ആണ്. സത്യം പറഞ്ഞാൽ പുതിയ സിവിക്ക് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല. അതിൻ്റെ സീറ്റിൻ്റെ തൈ സപ്പോർട്ട് കുറവാണ്, സീറ്റ് ചെറുതാണ്, ഇതിൻ്റെ സീറ്റ് വലിയ സീറ്റാണ്. പിന്നെ ഇതിൻ്റെ അകം മൊത്തത്തിൽ ഈ വണ്ടി ഉപയോഗിച്ച ഒരാൾക്ക് കാണുമ്പോൾ എൻ്റെ അകം വേറെ ഏത് വണ്ടി, ഇപ്പോൾ ഒരു ബെൻസ് ആണെങ്കിലും മെർക്കാണെങ്കിൽ പോലും BM ആണെങ്കിൽ പോലും ഇതിൻ്റെ അത്ര ഒരു അകത്തൊരു ക്യൂട്ട്നെസ് അതില്ല. ഇപ്പം വിഷ്ണു പറയായിരുന്നു, വിഷ്ണു ഒരു 5 വയസ്സുള്ള ഒരു മോനുണ്ട്, അവനെയൊക്കെ പേടിപ്പിച്ച് നിർത്തിയാണ് ഇത് ഈ രീതിയിൽ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്, ഇപ്പോൾ ഹോണ്ടയുടെ വാഹനങ്ങളുടെ ഉൾഭാഗത്ത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീല്, സീറ്റ്, ഇതിനൊക്കെ കുറച്ച് തേയ്മാനം വരുന്നൊരു രീതിയുണ്ട് ഹോണ്ടയുടെ വാഹനങ്ങൾക്ക് ഇല്ലേ? ഇത് പക്ഷേ അങ്ങനെ ഒന്നും സംഭവിക്കാതെ കൊണ്ടു നടക്കുന്നുണ്ട്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? നമ്മൾ കെയർ ചെയ്യുന്നതൊക്കെ ഇരിക്കും. സ്റ്റിയറിംഗ് ലോഗോയുടെ നടുക്ക് വരുന്നൊരു HM ലോ ഉണ്ട് ഹോണ്ടയുടെ, അത് തേഞ്ഞു എല്ലാം ഉണ്ട്. എത്ര കളർ അതിൻ്റെ പുറത്ത് പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു മഞ്ഞ കളറിലായിട്ട് മാറും. അത് പിന്നെ ഗിയർ നോബ്സ്, പിന്നെ ഹാൻഡ് ബ്രേക്ക്, ഈ ഒരു പീസസ് എല്ലാം കൈ തട്ടുന്ന പീസസ് മങ്ങാറുണ്ട്. അതേ ഉള്ളൊരു അത് മിക്ക പുതിയ ന്യൂ സിറ്റിയിലാണെങ്കിൽ പോലും സ്റ്റിയറിംഗ് വീല് നോക്കിയാൽ മതി, വെളുത്ത് വരും ലെതറിൻ്റെ. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് അത് ഫ്യൂച്ചറിൽ ഹോണ്ട ക്ലിയർ ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുപോലെ ഇത് സ്പെയർ പാർട്സ്, അതുപോലെ മെയിൻ്റനൻസ് കോസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഹോണ്ടയുടെ ഞാൻ 10 years ഹോണ്ടയിലാണ് വർക്ക് ചെയ്തത്. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് വണ്ടി വളരെ ജാപ്പനീസ് കാർ എന്തുകൊണ്ടും ഈവൻ ടൊയോട്ട ആണെങ്കിലും ഹോണ്ട ആണെങ്കിലും മാരുതി ആണെങ്കിലും ചീപ്പാണ്. പിന്നെ ഡീലേഴ്സ് ബില്ല് ചെയ്യുന്ന കണക്ക് ഇരിക്കും. എനിക്കിതിപ്പോൾ 80 റേഞ്ച് ഓടിയിട്ടുണ്ട്. എനിക്കൊരു 3000-4000 റുപ്പീസിന് മുകളിലോട്ട് എക്സ്പെൻസ് കയറിയിട്ടില്ല, അതേ ഉള്ളൂ. അല്ലാതെ പാർട്സ് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ ഇതുവരെ സസ്പെൻഷൻസോ വേറെ ഒന്നും റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടില്ല. ആസ് ഇറ്റ് വണ്ടിയിൽ കിടക്കുന്ന പാർട്സ് തന്നെയാണ്. ഇത്രയും നാളായി ഇതുവരെയും കംപ്ലൈൻറ്റ് ഇല്ല. 15 വർഷം ടെസ്റ്റ് കഴിഞ്ഞു. 16 വർഷമായ കക്ഷിയായി കിടക്കുന്ന കേട്ടോ, എന്ത് പുതിയതുപോലെ കിടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ രണ്ടാമത് തിരിക്കുന്ന ഓട്ടോമാറ്റിക് ഏത് മോഡലാണ്? അത് 2012. അതായത് ഇത് അവസാനിക്കുന്ന കാലത്തേക്ക് എത്തിയപ്പോൾ ലാസ്റ്റ് വണ്ടിയാണ്. അപ്പോൾ ഫസ്റ്റ് ഈ വാഹനം ഇറങ്ങിയ സമയത്തുള്ള 2006 മോഡലും കയ്യിലുണ്ട്. ഈ ജനറേഷനുള്ള സിവിക്ക് അവസാനിക്കുന്ന കാലത്ത് 2012 ഓട്ടോമാറ്റിക്കും കയ്യിലുണ്ട്. ഇത് കൂടുതൽ എന്താ വേണ്ട? 2 അറ്റം അല്ലേ, 2 എക്സ്ട്രീംസ് ആണ് 2 വാഹനങ്ങൾ. ഇത് കൊടുക്കണമെന്ന് ഒരു മനസ്സും ഇല്ല ഈ വണ്ടി. എന്ന് വെച്ചാൽ ഇതിൻ്റെ അത്രയും എനിക്ക് വേറെ ഇപ്പം ന്യൂ സിറ്റി മേടിച്ചാൽ പോലും ഇതിൻ്റെ അത്ര ഒരു ഹാപ്പിനെസ് കിട്ടത്തില്ല. ഇതിൻ്റെ അകം കിട്ടുന്ന ഒരു പ്രീമിയംനെസ് ഇല്ല, ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരു വണ്ടിക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ഓട്ടോമാറ്റിക് നോക്കി കിട്ടിയപ്പോൾ വാങ്ങിച്ചു. ഓക്കെ. അപ്പോൾ ഇത് വാങ്ങിക്കുന്നത് എത്ര പുതിയതല്ലല്ലോ വാങ്ങിച്ചല്ല? ഞാൻ സെക്കൻഡ് വാങ്ങിച്ചാൽ എനിക്കൊരു 1 year old. ഞാനാണ് ഫസ്റ്റ് ഇൻഷുറൻസ് ഞാനാണ് റിന്യൂ ചെയ്യുന്നത്. അന്ന് എനിക്ക് അത്യാവശ്യം റീസണബിൾ പ്രൈസിന് കിട്ടിയോണ്ട് ഞാനന്ന് വാങ്ങിച്ചു. അന്ന് എനിക്ക് തോന്നുന്നു ഓൺ റോഡ് പ്രൈസ് എൻ്റെ 13 lakhs ഉണ്ട്. എനിക്ക് ഏകദേശം ഒരു 8.5 റേഞ്ചിൽ അന്ന് കിട്ടിയുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു വാഹനം വാങ്ങിക്കണമെങ്കിൽ എത്ര കൊടുക്കേണ്ടി വരും?
വണ്ടി ഡിപ്പെൻഡ് അപ്പോൾ ക്വാളിറ്റി. നല്ല ക്വാളിറ്റിയുള്ള വണ്ടി ആരും കൊടുക്കത്തില്ല. അല്ലാത്ത വണ്ടികൾ 2 ലക്ഷം റേഞ്ചിലൊക്കെ ഉണ്ട്. പക്ഷെ 2 ലക്ഷം റേഞ്ചിലുള്ള വണ്ടിയുടെയൊക്കെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഈവൻ ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് ഒക്കെ ഇപ്പോഴും വെയിലൊന്നും അധികം കൊള്ളിക്കാത്തതുകൊണ്ട് ഈ വണ്ടി ഹെഡ്ലൈറ്റൊക്കെ അതുപോലെ ഇരിപ്പുണ്ട്. മിക്ക വണ്ടിയുടെ ഹെഡ്ലൈറ്റ് എല്ലാം മങ്ങിക്കാണും. ഹെഡ്ലൈറ്റിന് ഒരെണ്ണത്തിന് ഏകദേശം 30 ചില്ലറ രൂപ വിലയുണ്ട് ഒരു ഹെഡ്ലൈറ്റിന്. അത്രയും വിലയുണ്ട്. അപ്പോൾ ആ എക്സ്പെൻസ് ഉണ്ട്. പിന്നെ ആഫ്റ്റർ മാർക്കറ്റ് കിട്ടും, പക്ഷെ അപ്പോൾ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മൾ അന്ന് കണ്ടല്ലോ, കാർബൺ ആണെങ്കിലും മിൻ കണ്ടീഷനിലാണ് വിഷ്ണു കൊണ്ടു നടക്കുന്നത്. ഈ വാഹനം അങ്ങനെ തന്നെയാണ്. അപ്പോൾ വീണ്ടും വാഹന പരീക്ഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോട്ടെ, എന്നാലേ നമുക്ക് കൂടുതൽ എപ്പിസോഡൊക്കെ കിട്ടുള്ളൂ. വിഷ്ണുവിനെ പോലുള്ളവരുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ സ്റ്റോക്ക് ആയിരിക്കും വണ്ടി. അതായത് ഇപ്പോൾ ഈ പറഞ്ഞല്ലോ 1-2 ചെറിയ സാധനങ്ങൾ ഉൾഭാഗത്ത് മാറ്റിയല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇവരൊക്കെ വാഹനങ്ങളെ അതുപോലെ സ്നേഹിക്കുന്നവരാണ്, വാഹനങ്ങൾ അതേപടി നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പുതിയ തലമുറ കാണുമ്പോഴും ആ വാഹനം, പഴയ വാഹനം അതേപടി തന്നെയാണ് കാണുന്നത്, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും താങ്ക് യു വിഷ്ണു. രാവിലെ കൊല്ലത്തു നിന്നും ഇവിടെ എത്തിയതാണ്. അപ്പോൾ നമുക്കിനി CBC ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ശരി. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യം പറയുന്നത്. ഇപ്പോൾ വിഷ്ണു പറഞ്ഞ പോലെ കൊതിപ്പിക്കുന്ന എക്സ്റ്റീരിയറും കൊതിപ്പിക്കുന്ന ഇൻറ്റീരിയറും എല്ലാ കാലത്തും നിലനിർത്താൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇന്ത്യയിലാണെങ്കിലും 55,000 യൂണിറ്റുകൾ വിറ്റ് കഴിഞ്ഞൊരു വാഹനമാണിത്. ചില ചെറിയ പ്രശ്നങ്ങൾ, ഇപ്പോൾ മൈലേജ് പോലുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചോടിച്ചാൽ നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ ഈ വാഹനത്തിൻ്റെ വെറൈറ്റി, അത് എക്സ്റ്റീരിയറിൻ്റെ വെറൈറ്റിയും ഇൻറ്റീരിയറിൻ്റെ വെറൈറ്റിയും രണ്ടും വളരെ വ്യത്യസ്തമാണെന്നുള്ളത് തന്നെയാണ് ഹോണ്ട സിവിക്കിനെ എല്ലാ കാലത്തും വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നൊക്ലാജിയ അഥവാ നൊസ്റ്റാൾജിയയിൽ നമ്മൾ പരിചയപ്പെടുത്തിയ വാഹനം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തെങ്കിലും വെറൈറ്റി വാഹനങ്ങൾ, ഇതുപോലുള്ള വാഹനങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അറിയിക്കുക, നമുക്ക് തീർച്ചയായിട്ടും റിവ്യൂ ചെയ്യാം. അപ്പോൾ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.